നമസ്കാരം. ഇന്ന് പടവുകളിൽ അതിഥിയായി എത്തുന്നത് പ്രമുഖ കായിക അധ്യാപകനും ദേശീയ മത്സരങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും ഒരുപാട് കായിക പ്രതിഭകളെയൊക്കെ മെഡലുകൾ വാരിക്കോരി കൊടുത്ത ഒരു മനുഷ്യസ്നേഹി അധ്യാപകൻ നന്ദഗോപാലൻ വെള്ളിനേഴി. നന്ദഗോപാലൻ മാഷക്ക് പടവുകളിലേക്ക് സ്വാഗതം. മാഷേ നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഷുടെ ശിഷ്യന്മാർ ഒട്ടനവധി പേർ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മെഡലുകൾ വാരിക്കൂട്ടി. ആ ഒരു സാഹചര്യം ഒരുക്കിയത് നന്ദഗോപാലൻ മാഷുടെ ഒരു കായിക മികവാണ്. അതിനെക്കുറിച്ച് എന്താ മാഷുടെ? ഞാൻ ചെർപ്പളശ്ശേരി സ്കൂളിൽ വന്നിട്ടാണ് ഈ കായിക പരിശീലനം ഒരു സൈഡായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. കായിക പരിശീലനം തുടങ്ങി കുറച്ച് സമയങ്ങൾ, അതായത് 2010 ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഫുട്ബോളായിരുന്നു ഇവിടുത്തെ പ്രധാന ഇനം. അപ്പോൾ അതിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി കാരണം ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത അത്ലറ്റിക്സിലാണ്. ഡിപ്ലോമ ഇൻ സ്പോർട്സ് അത്ലറ്റിക്സ് ബാംഗ്ലൂർ സായിലാണ് എൻ്റെ 1 ഇയർ ഡിപ്ലോമ കഴിച്ചത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ നമ്മൾ അതിന്ന് സെലക്ട് ചെയ്ത് 2011 ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെയുള്ള ഓരോ നേരം അങ്ങനെ തുടർച്ചയായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടിയത് 2015 സ്കൂൾ മീറ്റിൽ ചിത്ര സി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് മീറ്റർ റെക്കോർഡോട് കൂടിയിട്ട് 400 മീറ്ററിൽ സ്വർണം കിട്ടി. അതേപോലെ തന്നെ 200 മീറ്ററിൽ വെള്ളി. അത് അവിടെ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സെക്കൻഡുകൾ കിട്ടും, തേർഡുകൾ കിട്ടും. ആ സ്കൂൾ നാഷണലിൽ ഇവിടെ ഗോൾഡും വന്നു, ഒരു സിൽവറും ഈ കുട്ടി ചിത്രാസി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു യൂത്ത് നാഷണൽ വന്നപ്പോൾ അതിലും ഒരു ഗോൾഡ് കിട്ടി. ആ സമയത്ത് തന്നെ 14-15 സമയത്ത് തന്നെയാണ് മഞ്ജു പറഞ്ഞിട്ടുള്ള വേറൊരു കുട്ടി യൂത്ത് നാഷണലിൽ സ്റ്റീപ്പിൾ ചേസ് പറഞ്ഞൊരു മത്സരത്തിൽ ഗോൾഡ് കിട്ടിയത്. സംസ്ഥാനത്ത് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ മഞ്ജു തൂതയിലുള്ള. ഇപ്പോൾ നോക്കൂ, ഈ ഗ്രാമീണ തലത്തിൽ ഗ്രാമീണ ജീവിതത്തിൽ ഒട്ടനവധി കായിക പ്രതിഭകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അങ്ങേക്ക് തോന്നാൻ ഒരു ഗ്രാമീണ തലത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണോ? ഞാൻ വന്നത് വെള്ളിനേഴി എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം അവിടെ തന്നെ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു നല്ലൊരു കായിക താരം ആവണം എന്നുള്ളതായിരുന്നു വലിയൊരു ആഗ്രഹം. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിനുള്ളൊരു സംവിധാനം, നമ്മളെല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും, പക്ഷേ തക്കതായ ചിട്ടയായിട്ടുള്ളൊരു പരിശീലനമോ പരിപാടികളോ നമ്മൾ അവിടെ ഒന്നും ഒരു സ്ഥലത്തും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ +2 എല്ലാം കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എല്ലാം പഠിച്ച് ചെല്ലുമ്പോഴാണ് ആ ഒരു മോഹത്തോടു കൂടിയാണ് നമ്മൾ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു തോന്നിയത് നമുക്ക് ഡിപ്ലോമ സ്പോർട്സ് കോച്ചിങ്ങിൽ പോയി പഠിച്ച് നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ കൊണ്ടുവരുന്നതിനുള്ളൊരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ബാംഗ്ലൂർ സായിയിലെ പഠനമാണ് താങ്കളെ ഒരു കായിക മേഖലയിൽ സ്ഥിരീകരണം വരുത്താൻ പ്രേരിപ്പിച്ചത്? അല്ല, കായിക ഫീൽഡിനോട് ആഭിമുഖ്യം അല്ലെങ്കിൽ ഇഷ്ടം തോന്നാൻ തുടങ്ങിയത് നമ്മളെ വിക്ടോറിയ കോളേജിലെ പഠനമാണ്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. അവിടെ ഡിഗ്രി ലെവലിൽ നമ്മൾ അവിടെ കൈമൽ സാർ എന്നുള്ളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിശീലകൻ. അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മളെ പരിശീലനത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളെ പരിശീലനത്തിന് കൊണ്ടുപോകും എല്ലാ ദിവസവും. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു പരിശീലനം അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ആ വർഷം നമ്മൾ ടീമിൽ വിട്ടു, യൂണിവേഴ്സിറ്റി മെഡൽ വന്നു. അപ്പോൾ നന്ദഗോപാലൻ മാഷ് വിക്ടോറിയ കോളേജിന്റെ ഒരു ഉൽപ്പന്നം തന്നെയാണ്. കാരണം എപ്പോഴും വളരെയേറെ ഇഷ്ടമാണ് കോളേജ് എന്ന് പറഞ്ഞ ഒരു വലിയ ആത്മബന്ധമാണ് വിക്ടോറിയ കോളേജ്. കാരണം നമ്മളൊരു ലെവലിലേക്ക് വരാൻ ആ കോളേജ് തന്നെയാണ് കാരണം. അവിടെ നിന്നായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. അങ്ങനെയാണ് ഞാൻ MPEdന് പോയി ചേർന്നത്. സത്യത്തിൽ ഞാൻ MA എക്കണോമിക്സിന് പഠിക്കേണ്ട ആളായിരുന്നു. എക്കണോമിക്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് MA എക്കണോമിക്സിന് പഠിക്കാമായിരുന്നു വേണമെങ്കിൽ. അവിടെ എനിക്ക് സ്പോർട്സ് കോട്ടയിൽ എനിക്ക് അഡ്മിഷനും ഏകദേശം ശരിയായത്. പക്ഷെ അതൊന്നും വിട്ട് എന്നെ കൈമൾ സാറ് കൊണ്ടുപോയിട്ട് ഈ എക്കണോമിക്സ് ആവേണ്ട ആളെന്നെ എന്ത് ചെയ്തു, എനിക്ക് അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടെ നിന്ന് ലോ ലെവലിലാണ് പോയതെങ്കിലും അവിടെ ഞാൻ ചെന്ന് പെട്ടതെല്ലാം ഈ ബുദ്ധിജീവികളുടെ ഇടയിലാണ്.
അതുകൊണ്ടായിരുന്നു നമ്മൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, പഠിക്കുന്നതിലും കാര്യങ്ങളിലും എല്ലാം അവരെ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ഞാനും പോയിരുന്നു. പിന്നെ MPEdന് ചേർന്ന് അങ്ങനെ യൂണിവേഴ്സിറ്റി ബിന്ദുമേടൊക്കെ അവിടെ ഉണ്ടാവും ആ സമയത്ത്? ഇല്ല, ആ സമയത്തുള്ളത് ഹൈദ്രോ സാറ്, അതേപോലെ നമ്മുടെ PI വാസുദേവൻ സാറ് മാതൃഭൂമിയിലെ ഇന്ത്യൻ എക്കോണമി എടുത്തിരുന്ന അദ്ദേഹമായിരുന്നു. വളരെ നല്ല സാമ്പത്തിക ശാസ്ത്രം. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കുറച്ച് സമയം നമുക്ക് കിട്ടുമെങ്കിലും നമ്മളെ ഏറ്റവും എൻജോയ് ചെയ്തിരുന്നു. തീർച്ചയായും. അതേപോലെ തന്നെ അങ്ങനെ ഒരു എണ്ണമറ്റ ടീച്ചേഴ്സ്, പ്രൊഫസർമാരുള്ള മുരളി സാർ മലയാളം, അങ്ങനെ ഗീത ടീച്ചർ, രാഘവൻ സാർ റിട്ടയർ ചെയ്തിരുന്നു. രാഘവൻ സാറ് ഞങ്ങൾക്ക് ആദ്യത്തെ കൊല്ലമുണ്ട്, ഫസ്റ്റ് ഇയറിൽ രാഘവൻ സാർ ഞങ്ങൾക്ക് എക്കണോമിക് തോട്ട് എടുക്കണം. അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പിന്നെ അവിടെ നിന്നാണ് നമ്മളൊരു സ്പോർട്സ് വേണം, ഒരു പാഷനാക്കിയിട്ട് നമ്മൾ തുടങ്ങിയതും. കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടി, MPEd പഠിക്കുന്ന സമയത്ത് സ്പോർട്സ്, പിന്നെ അത് നമ്മുടെ ഒരു സിസ്റ്റമായി. കാരണം ട്രെയിനിങ്ങുകൾ കിട്ടാൻ തുടങ്ങി. ഇതല്ല ലോകം എന്ന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ്, വിക്ടോറിയ. കാരണം വിക്ടോറിയ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അന്ന് എല്ലാ സ്പോർട്സും കലയിലും സ്പോർട്സിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2000, 2001, 2002 ആ സമയങ്ങളിൽ ഇന്റർ യൂണിവേഴ്സിറ്റികളിൽ മത്സരങ്ങൾ ദേശീയ തലത്തിൽ എല്ലാ തലത്തിലും അന്ന് എല്ലാ ഷൂട്ടിങ്ങിന് കുറേ ആളുകളുണ്ട്. എല്ലാ കൊക്കോ ടീം, നല്ല ടീം, ക്രിക്കറ്റ്, അത് കേരള ടീമിന്റെ പ്രധാന പ്ലെയേഴ്സ് എല്ലാം അന്ന് ആ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഈ ബെൻ ജോൺസൺ, കാൾ ലൂയിസ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഓട്ടക്കാരുടെ, ദീർഘദൂര ഓട്ടക്കാരുടെ ഒരു ഹ്രസ്വദൂര ഓട്ടക്കാർ 100 മീറ്റേഴ്സ്, ആ ഒരു കാലത്ത് യുവാക്കളുടെ ഇടയിലും ബെൻ ജോൺസൺ, കാൾ ലൂയിസ് എന്നൊക്കെ പറയുന്ന അത് ഒരു ഹരമായിരുന്നു. നമ്മളെക്കാൾ ഞാൻ 100 ചെയ്തിരുന്ന ആളായിരുന്നു. 100 മീറ്റർ ആയിരുന്നു എൻ്റെ. ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റി കയറുന്ന 100 മീറ്ററിലാണ്. എന്നെ പിന്നെ പക്ഷെ അവിടുന്ന് MPEd പഠിക്കുമ്പോൾ എന്നെ മെല്ലെ 400, ഞാൻ അവസാനം ചെയ്തത് ഞാൻ 400 മീറ്ററാണ്. യൂണിവേഴ്സിറ്റി ടീം പെട്ടത് റിലേ യൂണിവേഴ്സിറ്റി ഫ്ലാറ്റിൽ ഞാൻ ചെയ്തു. വളരെ വലിയ, കാരണം ട്രാക്കിൽ ഒരു ഐറ്റം ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് 400 ആണ്. ഇപ്പം ഞാൻ നോക്കൂ സാറേ, ഇപ്പോൾ ഒരു അത്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് റണ്ണിങ് വലിയ പെട്ടെന്നുള്ള സമയദൈർഘ്യത്തിനനുസരിച്ച് സമയം കുറച്ച് ഏറ്റവും കൂടുതൽ ഓടുന്ന ആളാണല്ലോ വിജയ്. ഈ 100 മീറ്റർ, ഈ 400 മീറ്ററിലെ റണ്ണിങ് ഏത് രീതിയിലാണ് അതൊരു സ്പെസിഫൈ ചെയ്യുന്നത്? ഒരു കായിക അധ്യാപകൻ എന്നുള്ളതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ ഒരു ഫോർമാറ്റ് തയ്യാറാക്കുന്ന അതിൻ്റെ ഒരു ശരീരഘടന? 400 മീറ്റർ ട്രാക്കിലെ ഏറ്റവും കില്ലിങ് ഇവന്റ് ഏതാന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കൊല്ലുന്ന ഇവന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് 400 മീറ്റർ. കാരണം ഇത് 2 സോണിന്റെ ഇടയ്ക്ക് പറ്റതാണ്. നമ്മൾ ഇപ്പൊ ട്രെയിനിങ് മെത്തേഡ്സിൽ നമ്മൾ പറയുന്നത് ഒന്ന് എയറോബിക് സോണും ഒന്ന് അൺഎയറോബിക് സോണും. അതായത് വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജനും വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഓടുന്ന ഒരു മത്സരം. അതായത് നമുക്കത് ഒരു പരിധി വരെ നമുക്കത് ചെയ്യാൻ പറ്റും. ബ്രീത്തിങ്ങിന്റെ ഒരു കൺട്രോൾ അനിവാര്യത. ആ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഇവന്റ് ആണ് 400. അതായത് ബ്രീത്തിങ് ഹോൾഡ് ചെയ്തിട്ട് ഓടാൻ പറ്റില്ല, എന്നാ എയറോബിക്കിൽ ഓടിയാൽ അത് എത്തൂല. ഡേഞ്ചറസ് ഇവന്റ് ആണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇവന്റുമാണ് 400. അത് അതിലത്തെ പ്ലാനിങ്ങും അതിൻ്റെ ട്രെയിനിങ്ങും എന്ന് പറഞ്ഞാൽ എയറോബിക്, അതായത് ലോങ് ഡിസ്റ്റൻസ് മത്സരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ റോഡുകൾ ഉപയോഗിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ 400-ൽ അതല്ല. ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വളരെയധികം പ്ലാനിങ്ങും കോച്ചിൻ്റെതിനേക്കാൾ ഉപരി ഇൻഡിവിജ്വലായിട്ട് അതിന് വളരെയധികം ജഡ്ജ്മെന്റ് വേണം. ഞാൻ എന്ത് ഓടണം ആദ്യത്തെ 100 മീറ്റർ, ഭയങ്കര ടെൻഷനായിരിക്കും. 400 മീറ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അത്ലറ്റിന് സ്വാഭാവികമായി ഉണ്ടാവുന്ന വലിയ ടെൻഷനാണ് അത് എവിടെ എപ്പോൾ നമുക്ക് നമ്മുടെ ഹയസ്റ്റ് ലെവലിൽ നമുക്ക് പെർഫോം ചെയ്യണം എന്നുള്ളത് ശരിക്കും കാൽക്കുലേറ്റഡ് ആവണം. ആ അത്ലറ്റ് കണ്ണിങ് ആയിരിക്കണം. ഭയങ്കര അതിന്റെ സിസ്റ്റം അതാണ് 2 സിസ്റ്റത്തിലെ തുടക്കമാണത്. അതായത് അൺഎയറോബിക് സിസ്റ്റം തുടങ്ങി നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. 1 to 5 സെക്കൻഡ് ഒരു സയൻസ് ആണ്. പിന്നെ അലാറ്റിക്, പിന്നെ ലാക്റ്റിക്. അത് ആദ്യത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1 to 6 സെക്കൻഡ് വരേക്കുള്ള ATP നമ്മുടെ ശരീരത്തിലെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ക്രിയാറ്റിൻ ഫോസ്ഫേറ്റും പൊട്ടിക്കുന്ന ഒരു സാധനമാണ്.
പിന്നെ അലാറ്റിക് സിസ്റ്റം അടുത്ത 6 to 18 സെക്കൻഡ്സ്, പിന്നെ 18+ മുകളിലേക്ക് ലാക്റ്റിക് ആസിഡ് സിസ്റ്റം മീൻസ് എന്താ, എങ്ങനെ അത് തന്നെ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഹോൾഡിംഗ് ആണ് അതിനകത്ത് ഹോൾഡിംഗ് ആണ്. ഇപ്പൊ 200 ഓടി വെച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യും. അതാണ് ഇപ്പൊ നമുക്ക് ഒറ്റ ബ്രീത്തിൽ ചെയ്യുന്ന നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാം. പക്ഷെ 400ന്റെ ടൈമിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. അത് അതിന്റെ ട്രെയിനിങ് സെഷൻസ് ആണെങ്കിലും അതിന്റെ ടൈമിംഗ് ആണെങ്കിലും, പിന്നെ അത് കഴിയുമ്പോൾ ഈ 400 ഇത് കഴിഞ്ഞ അടുത്ത എയറോബിക് സോണായി. നമുക്ക് ബ്രീത്ത് ചെയ്തിട്ട് ഓടുന്ന, അതായത് ലോങ് ഡിസ്റ്റൻസ് റൺ 1000ന് ഇതിന്റെ മുകളിലേക്ക് ഓടുന്ന ഐറ്റങ്ങളൊക്കെ 400ന് മുകളിലേക്ക് പോകുന്തോറും ഓക്കെ. സ്പീഡാണോ എൻഡുറൻസ് ആണോ ഇതിൽ ഡോമിനേറ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത, ഇത് രണ്ടും വേണം. സ്പീഡ് എൻഡുറൻസ് എന്നുള്ള ഒരു സാധനമാണ് ഇതില് നമ്മൾ കൊടുക്കുന്നത്, നിയന്ത്രിക്കുന്ന ഘടകം. ഈ കൺട്രോൾ സിസ്റ്റം പറഞ്ഞ ഇതാണ് സ്പീഡ് എൻഡുറൻസ്. അത് നന്നായി ഡെവലപ്പ് ചെയ്യാണ്. നമ്മൾ സ്ട്രെങ്ത് കുറെ കൊടുക്കും. സ്പീഡ് ഉണ്ടോ വെച്ചാൽ സ്പീഡ് ഉണ്ട്, എൻഡുറൻസ് ഉണ്ടോ വെച്ചാൽ എൻഡുറൻസ് ഉണ്ട്. അത് രണ്ടും കൂടിയും ഡെവലപ്പ് ആക്കിയിട്ട് നമുക്കൊരു കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ സാർ നോക്കൂ, സാറിൻ്റെ ഒരു രീതി ഇത്തരം കായിക പ്രതിഭകളെ ഇപ്പോൾ ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദീർഘകാലം നന്ദഗോപാലൻ മാഷിന്റെ സേവനം 14 വർഷം അടുത്തു ചെർപ്പളശ്ശേരിയിലാണ്. ഇപ്പൊ വാടനാംകുറിശി ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി, കുറച്ച് കാലമായി മാറി. ചെറിയ വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി അറേഞ്ച്മെന്റ് അല്ല, നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള ചില അപാകതകൾ മൂലം അത് പരിഹരിക്കപ്പെടാൻ ഗവൺമെന്റ് കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കായിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കായിക മേധാവികളോട് പറയാനുള്ളത്, നന്ദഗോപാലൻ മാഷക്ക് ഈ അശാസ്ത്രീയമായ ചില പ്രവണതകളുണ്ട് കായിക വിദ്യാഭ്യാസ മേഖലയിൽ, അതൊന്ന് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയാൽ ഉപകാരമാവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയാനുള്ളത്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രാദേശികമായ ഗ്രാമീണ തലത്തിലുള്ള കുട്ടികൾ എത്തരത്തിലാണ് ഇപ്പോൾ ഈ അത്ലറ്റിക് മേഖലയിൽ എങ്ങനെ അവർ തുടക്കം കുറിക്കണമെന്നാണ് അങ്ങയുടെ നിരീക്ഷണം? നമ്മൾ സ്കൂൾ ലെവൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പ്രൈമറി തലത്തിലും ഇതിനോടുള്ള ഒരു ഇഷ്ടം കുട്ടികളിൽ ഉണ്ടാക്കുക. അതെ, ഇപ്പൊ നമുക്ക് പറയില്ലേ, വായനയോട് ഒരു ഇഷ്ടം തോന്നുക, സിനിമയോട് ഇഷ്ടം തോന്നുക, കലകളോട് ഇഷ്ടം തോന്നുക. അതേപോലെ തന്നെ കായികത്തോടൊരു ഇഷ്ടമുള്ള ഒരു കുട്ടിക്കാണ് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിന് ഈ LP തലങ്ങളിൽ തൊട്ടിട്ട് വിവിധ ഇതരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. അവർക്കുള്ള മത്സരങ്ങൾ ഞാൻ പറയുമ്പോൾ ഈ കുറച്ച് മത്സരം, ഇപ്പോൾ LP വിഭാഗത്തിന് പറഞ്ഞ ചെറിയൊരു കായിക മത്സരം മാത്രമേ ഉള്ളൂ. അതുപോരാ, വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള മത്സരങ്ങൾ വേണം. പക്ഷെ എന്നാൽ അത് നോക്കാൻ അവിടെ അധ്യാപകനും വേണം. അതിൻ്റെയൊക്കെ പല പല വിഷയങ്ങൾ. അപ്പോൾ ഈ LP തലത്തിൽ പോലും കായിക അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട് എന്നാണോ അങ്ങയുടെ വിവക്ഷ? വേണം, നിർബന്ധമായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ലോവർ പ്രൈമറി തലത്തിൽ കായിക അധ്യാപകരെ നിയമിക്കാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കേണ്ടതാണ്. അവരുടെ സേവനമെങ്കിലും ഉണ്ടാവണം. അതായത് ഇപ്പോൾ അവർക്ക് കളിക്കാനുള്ള, കാരണം നമ്മുടെ തുടക്കങ്ങളൊക്കെ അവിടെയല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കളികളെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ 4, 5, 6 ക്ലാസ്സുകളിലാണ്. കാരണം PT അല്ലെങ്കിൽ കായികത്തിന്റെ പീരീഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ക്ലാസ്സുകളിൽ. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ വൈകിട്ട് ഒരു 3:30 ആകുമ്പോൾ നമ്മളെ കളിക്കാൻ വിടും. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉല്ലാസമുള്ള ഒരു സമയം. അതുപോലെ ഒരു ഉല്ലാസമുള്ള ഒരു സമയം വേറെ ഇല്ല. അതുപോലെ തന്നെയാണ് ഇന്ന് സ്കൂളില് നമ്മള് ലാസ്റ്റ് പീരീഡ് LP വരെയൊക്കെ ഇപ്പൊ കൊടുക്കുന്നു. 5 തൊട്ടിട്ട് നമുക്കൊരു പീരീഡ് ഉണ്ട്, നിശ്ചിത പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം ഏതിനാണോ എന്ന് ചോദിച്ചാൽ പല ടീച്ചേഴ്സിന് അത് ഒരു ഇതുണ്ട്, സാറിനെ മാത്രമേ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ എന്നുള്ള ഒരു തോന്നൽ. എന്തുകൊണ്ടാണെന്ന് നമ്മൾ അവരെ കൂടെ കളിയായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്യുന്നു. അവർക്ക് പുസ്തകം പഠിക്കാം, പുസ്തകം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അതിനേക്കാൾ ഉപരി അവരെ കളിക്കാൻ വിടുന്നതും അവർ കുറച്ചു നേരം ഉല്ലാസിച്ച് നിൽക്കുന്നു. അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കണം. ഇപ്പോൾ ഫുട്ബോൾ കുറെ കൂടി ഡെവലപ്പായിട്ട് വരികയാണ്. പക്ഷെ അതേപോലെ ഒരു ഫേമസ് ആയിട്ട് നമുക്ക് അത്ലറ്റിക്സിനെ നമുക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു അത്ലറ്റിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് കാണിക്കുന്ന, അതിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ചെയ്യുന്നൊരു ഇവന്റ് അത്ലറ്റിക്സ് ആണ്.
അതിനകത്ത് ഫസ്റ്റ് ഓടി വന്ന അവൻ ഫസ്റ്റാണ്, അല്ലാതെ അവനെ സെക്കൻഡ് ആക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളൊരു ഗെയിമിൽ 18 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ആരെ വേണം കാക്കാം. അല്ല, ഇപ്പൊ സാറ് പറയുന്ന പോലെ ഫുട്ബോളിൽ എല്ലാവരും കളിക്കും, പക്ഷെ ഗോൾ അടിക്കുന്നവരാണ് ഒരു എസ്പെഷ്യലി ഒന്നത്. അതിനേക്കാൾ ഉപരി ഒരു സെലക്ഷൻ കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പോകണം. ചിലപ്പോൾ ഒന്നാമതുള്ളവനൊക്കെ പുറത്തിരിക്കേണ്ടി അനലൈസ് ചെയ്യുമ്പോൾ ചില ഇതുണ്ടാവാറുണ്ട്. ഇവിടെ അത് വരുന്നില്ല. ഇല്ല, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വന്നോ ഫസ്റ്റാണ്. കാരണം ഇപ്പോൾ സംസ്ഥാന മീറ്റുകൾ അടക്കം ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നോക്കാൻ തുടങ്ങി. നമ്മൾ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിത്ത് മൈന്യൂട്ടിൽ വെച്ചിട്ട് അവർ ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് എന്നുള്ളത് നമ്മൾ അറിയുന്നു. വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് സെലക്ഷൻ. ലോങ് ജമ്പ് ചാടി 5:40 ചാടി 5:40 അവിടെ എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചു. തിരുത്തില്ല അല്ലേ? നമ്മള് ഏറ്റവും ഒരു കോമ്പറ്റീഷൻ വരുന്നപ്പോ കലോത്സവം പോലുള്ള കാലങ്ങളിൽ നമ്മൾ ഇപ്പൊ ഇന്നും ഡിസ്പ്യൂട്ടുകളാണ്. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഇല്ലാത്തൊരു ഇനം അത്ലറ്റിക്സ് ആണ്. ഓട്ട മത്സരമാണ്. അതിന്റെ പ്രത്യേകത തന്നെയാണ്. ഓടി ഫസ്റ്റ് വന്നോ ഫസ്റ്റാണ്, അല്ലാതെ പിന്നെ അവന് വേറെ ഒരു ഒരാൾക്കും ഇല്ല, ഇടപെടാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ഈ നമ്മൾ ഈ ഓടുമ്പോഴേ ഈ ഓട്ടത്തിന് ചില ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞില്ലേ ഈ ആ ഒരു സിസ്റ്റം, അതിൽ ഈ കുട്ടികൾക്കുണ്ടാവുന്ന ഈ മാനസിക ഒരു പിരിമുറുക്കം കുറയ്ക്കാൻ ഒരു കായിക അധ്യാപകൻ എന്നുള്ളക്ക് ഇതിൽ ഈ അത്ലറ്റിക്സിൽ കേന്ദ്രീകരിച്ച വ്യക്തി എന്നുള്ളക്ക് നന്ദഗോപാല മാഷ്ക്ക് എങ്ങനെയാ അത് പറയാനുള്ളത്? നമ്മൾ ബാക്കി എല്ലാ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഏറ്റവും കോമ്പറ്റീഷന് പോകുമ്പോൾ അത്ലറ്റ്സുകൾ എപ്പോഴും ഫ്രീ മൈൻഡഡ് ആവണം. അവർക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഉണ്ടാവാത്ത രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ കൂടെ നിൽക്കണം എപ്പോഴും. എല്ലാ സമയങ്ങളും അവരുടെ കാര്യങ്ങളിൽ അന്വേഷിക്കുക. അവരുടെ ഭക്ഷണം, താമസം, ഇതൊക്കെ അവരെ ബാധിക്കുന്നതാണ്. കുടുംബാന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബാന്തരീക്ഷം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിക്ക് വളരെ നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ആ കുട്ടി വരുന്നതെങ്കിൽ അതിന്റെ മേന്മ കാണും. ആ മുഖത്ത് എഴുതിയിട്ടുണ്ടാവും, അവരെ കണ്ണുകളിൽ ഉണ്ടാവും. കാരണം നമ്മളൊക്കെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നതാണ്. കാരണം പല ആളുകളുടെയും എന്താ പറയുക, അവരുടെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പല സമയങ്ങളിലും. കാരണം പ്രത്യേകിച്ച് സ്പോർട്സുകാരൊന്നുമില്ല, ഇനി ബാക്കി കാരണം ക്ലാസ്സിൽ ചെല്ലുമ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ മാക്സിമം അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിൽ ഇടപെടും, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഫ്രീ മൈൻഡഡ് ആയിരിക്കണം. അവർ ഇപ്പോൾ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പറയും കുറച്ച് മ്യൂസിക് കേൾക്കുന്നു. നമ്മളിപ്പോൾ എല്ലാവരും മ്യൂസിക് തെറാപ്പിയിലേക്ക്. കാരണം അത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ടെൻഷൻ കുറയ്ക്കുന്നു. ഇപ്പോൾ ഉസൈൻ ബോൾട്ട് നമ്മൾ 100 വിളിച്ച് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ വരുന്നടക്കം അദ്ദേഹത്തിന്റെ ഇതിൽ എയർഫോൺ ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ ടെൻഷൻ കുറയ്ക്കുന്ന ഒരു ഉപാധിയാണ് ഈ സംഗീതം. അതൊരു പ്രത്യേക ഇതാണത്. അത് നമ്മൾ വേറെ ഒക്കെ മറന്നു പോകണം. പിന്നുള്ളത് നമ്മൾ ആ ഇവന്റിലേക്ക് കയറുന്നു, ചെയ്യുന്നു. അപ്പൊ അതേപോലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ട്രാക്കിൽ വരുമ്പോഴും കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടാണ് വരുന്നത്. ആണ്. അപ്പൊ ചില കാണുന്ന ആളുകൾക്കൊക്കെ തോന്നും, അയ്യോ ഇത് എന്താ ഇദ്ദേഹം ഇത്ര ഒരു ഇതുപോലെ. അത് അവിടെ നല്ല കേട്ടോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ചെറിയ കുട്ടികളടക്കം അത് പരിശീലിപ്പിക്കുന്നുണ്ട്. പലരും അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഉപയോഗിക്കാം. കാരണം അതിലൊന്നും നമ്മളൊരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയില്ല. നല്ല മ്യൂസിക് എൻജോയ് ചെയ്യണമെങ്കിൽ അത് എൻജോയ് ചെയ്യാം. അതെ. ഇപ്പോൾ ലഹരി കായിക ക്ഷമതയാണ്, അല്ലെങ്കിൽ സ്പോർട്സ് ആണ് ലഹരി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ അടുത്ത കാലത്ത് മോഡേൺ തിയറിയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ? സ്പോർട്സ് ആണ് ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പേർട്ടാണ്. പക്ഷെ നമ്മൾ അവനവൻ്റെ സ്വന്തം ശരീരം മാത്രം പലരും ശ്രദ്ധിക്കുന്നില്ല. ശരീരത്തെ ശ്രദ്ധിക്കാതുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് എന്തുണ്ടാക്കിയത്, സ്പോർട്സ് എൻ്റെ ലഹരിയാണ്, ഞാൻ വേറൊരു ലഹരിക്ക് പോണേക്കാട്ടിലും വരെ നമ്മൾ സ്പോർട്സ് ചെയ്യും. നിങ്ങൾ രാവിലെ ജോഗിങ്ങിന് പോകും, നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകും, നിങ്ങൾ വൈകിട്ട് കളിക്കാൻ പോകും, നിങ്ങൾ എന്താ ജിമ്മിൽ പോകും.
നമ്മുടെ ആ എല്ലാവരും ഒരു പുതിയ ലോകത്ത് എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. കൺസെപ്റ്റ് വന്ന് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് ചിന്തിച്ചു പോകുന്ന സമയം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ട്, ഉന്മേഷം വരുന്നു, നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പോൾ അത് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കാൻ എന്താണ് പുതുതലമുറ തയ്യാറാവുന്നുണ്ട്. പുതുതലമുറ പലവരും തയ്യാറാവുന്നുണ്ട്. ഇത് പുതുതലമുറ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ ആളുകളെല്ലാം ഇതിനിപ്പോൾ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് നടക്കാനും ഓടാനും ആളുകൾ സ്പേസ് ഉണ്ട്, അതേപോലെ ആളുകൾ തയ്യാറാവുന്നത്. പ്രത്യേകിച്ച് ഈ IT ഫീൽഡ്, അതേപോലെ ഏറ്റവും ടഫായിട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അവർ ഒരുപാടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തോ കൊച്ചി എറണാകുളമൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് രാവിലെ മോർണിംഗ് വാക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ കാണുന്നുണ്ട്. അതൊരു ഫ്രീ, ഇപ്പം മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മനസ്സിനെ ഒരു ഇതാക്കുന്നതാണ്, നമ്മളെ ഒരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ഫ്രീ ആക്കുന്നതാണ്. ശരീരത്തിന് ഗുണമാണ്. ജീവിത ദൈർഘ്യം കൂട്ടാം. പിന്നെ നമ്മളെ അസുഖങ്ങൾക്കൊക്കെ പരിഹാരമാണ്. അതിനേക്കാൾ ഉപരി നമ്മളെ എത്രയോ പൈസ നമ്മളെ സേവ് ചെയ്യുന്നു. ആശുപത്രി കൊടുക്കണ്ട. അതൊരു ലൈഫ് സ്റ്റൈൽ ആക്കണം തന്നെ ആയിരിക്കണം ശരിക്കും. നമ്മൾ എല്ലാവരും അതിനൊരു മുൻകൈ എടുത്ത് നമ്മൾ പറ്റുന്ന ആളുകൾ ഇപ്പോൾ പല സ്ഥലത്തുണ്ട്. വാക്ക് ഇപ്പോൾ ഏതൊരു സ്ഥലത്ത് ഞാൻ കണ്ടു, വാക്ക് തരൂർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട് ഈ തരൂർ നിയോജകമണ്ഡലത്തിൽ. അപ്പോൾ ഒരാൾ അത് ലീഡ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ നടക്കുന്നു. അപ്പോൾ ഒരു ദിവസം കുറഞ്ഞു പെരിന്തൽമണ്ണയിലും ഉണ്ട്. അതൊരു പ്രത്യേക ഒരു കാര്യമാണ്. അത് നല്ലൊരു പ്രൊജക്റ്റാണ്. അതിനുള്ള സൗകര്യങ്ങൾ അത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ അങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഇതാവും. ഓപ്പൺ ജിമ്മുകൾ കൊടുക്കുക, പിന്നെ ഫ്രീ, അതായത് കളിസ്ഥലങ്ങൾ, അവിടെ അവർക്കുള്ള സ്പേസുകൾ, അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ഇറങ്ങി. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ പറയുകയാണ്, പണ്ടത്തെ പോലുള്ള കളിസ്ഥലങ്ങൾ ഓടാനുള്ളതും അല്ലെങ്കിൽ കളിക്കാനുള്ള കളിസ്ഥലങ്ങളൊക്കെ വളരെ തുലം കമ്മിയാവുന്ന ഒരു കാലമാണ്. പണ്ടപ്പോൾ അങ്ങ് വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. വെള്ളിനേഴിയിൽ വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ സുഖമായിട്ട്. പക്ഷെ പലയിടത്തും സ്കൂളിനോടനുബന്ധിച്ച് തന്നെ കളി സ്ഥലം വേണം എന്നുള്ള പക്ഷക്കാരനാണോ? ആണ്, ഒരു സ്കൂള് മിനിമം നമ്മൾ, കാരണം എനിക്ക് തോന്നുന്ന ഒരു ഗവൺമെന്റ് ഒരു സംവിധാനത്തിൽ ഒരു സ്കൂളിന് അപ്രൂവൽ കിട്ടണമെങ്കിൽ അവിടെ കളിസ്ഥലം നിർബന്ധമാണ്. ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ അത് പല സ്കൂളുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ CBSE സ്കൂളുകൾക്കൊക്കെ കർശനമാണ്. അവിടെ കളിസ്ഥലം ഉണ്ടെങ്കിലാണ് അതിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവർക്കും എല്ലാ സ്കൂളുകൾക്കും, ഒരു ചെറിയ പ്രൈമറി സ്കൂളാണെങ്കിൽ പോലും അവിടെ അവർക്കൊരു അത്യാവശ്യം ആ പ്രൈമറി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു 50-50 ഉള്ളൊരു ചെറിയൊരു കളിസ്ഥലം നിർബന്ധമാണ്. കാരണം ഈ കായിക മേഖലയുടെ വളർച്ചയിൽ ഇതൊരു പ്രധാന ഘടകമാണ്. കാരണം ഈ കളികളിലൂടെയാണ് ഇപ്പം നമ്മളൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഇവരുടെ ഈ PE പീരീഡുകൾ കളിക്കുന്നത് കണ്ടിട്ടാണ്. അല്ലാതെ നമുക്കൊരാൾ ഇപ്പോൾ ഒരു നല്ലൊരു അദ്ദേഹത്തിന്റെ ടാലന്റ് ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ കളികളിലൂടെ നമ്മൾ കാണുന്നു അവന്റെ മൂവ്മെന്റ്സ്, അവൻ എങ്ങനെ മൂവ് ചെയ്യുന്നു, അവന്റെ ജമ്പിങ്ങുകൾ, അതൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെയാണ് ഓരോ ഗെയിമിലും അല്ലെങ്കിൽ അത്ലറ്റിക്സിലും നമ്മൾ സെലക്ഷനായിട്ട് വരുന്നത്. ഇപ്പൊ നോക്കൂ മാഷേ, ഇപ്പൊ ഈ മണൽ പരപ്പുകളിൽ ഓടിയ ഒരു കായിക പ്രതിഭയാണ് നമ്മുടെ PT ഉഷ മേഡം. PT ഉഷ കൊയിലാണ്ട് നമ്മുടെ കടൽ തീരത്ത് ഓടി അവരുടെ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തി. ഇപ്പോൾ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അക്കാഡമി, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. ആ ഒരു രീതി എങ്ങനെ കാണുന്നു അങ്ങ്? അതിപ്പം ഈ പയ്യോളി എക്സ്പ്രസ് അത് അവരുടെ പ്രാഥമികമായിട്ടുള്ള തുടക്കം അവര് കടപ്പുറത്തിനടുത്തായിരുന്നു അവരുടെ താമസം. അങ്ങനെയൊക്കെ അതായിരുന്നു അവരുടെ ഒരു ഊർജം. അവിടുന്നാണ് അവര് തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ ആലപ്പുഴയിലുള്ള പല അത്ലറ്റുകളും കടപ്പുറം ഉള്ളിടത്തൊക്കെ ഈ സാൻഡ് റണ്ണ് ഇതിലെ നമ്മുടെ ഈ ട്രെയിനിങ് സെഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാൻഡ് റണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളെ കാലിന്റെ നമ്മുടെ മൊത്തം ഹോൾ ബോഡിയിൽ അതിനെ പല ഭാഗങ്ങളേക്കും
നമ്മളറിയാതെ തന്നെ അവിടെ സ്ട്രെങ്ത് ആണെങ്കിൽ സ്ട്രെങ്ത് വരുന്നു, ഇഞ്ചുറീസ് എന്നൊക്കെ ഒഴിവായിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഇഞ്ചുറി വരുന്ന ആംഗിളിലൊക്കെ വരുന്നതാണ് ഈ കാലിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഭാഗത്തെ മസിൽസിനെല്ലാം ഇത് സ്ട്രോങ് ആക്കും. സാൻഡ്രൺ സഹായിക്കുന്നത് ഈ മസിലിനെ ബലപ്പെടുത്താനും സഹായിക്കുന്നു. അതേപോലെ തന്നെ അത് ടഫാണ് അതിലോടുന്നത്. ഇപ്പോൾ സാൻഡിൽ ഓടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എനർജി നമ്മൾ അതിൽ വേസ്റ്റ് ചെയ്യണം. കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു സാധനമാണ്. അവിടെ ഓടി പഠിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ വലിയ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും. നമ്മുടെ സ്ട്രൈഡിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതേപോലെ ബ്രീത്തിങ്, നമ്മൾ സാൻഡിൽ ഓടുകയാണെങ്കിൽ 10 ബ്രീത്ത് എടുക്കേണ്ടടുത്ത് ഇവിടെ ഒരു ബ്രീത്ത് മതി സാധാ ഇതിൽ വരുമ്പോൾ. അങ്ങനെ പല നമ്മുടെ നേരത്തെ പറഞ്ഞ അങ്ങയുടെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ബേസ് ടെക്നിക്ക് വളരെ പ്രായോഗികമാവുന്ന ഒരു സ്ഥലം. നമുക്ക് ഒരു അത്ലറ്റിന് ഏറ്റവും ഉപകാരം അതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ എല്ലാ അത്ലറ്റ്സുകളും നമ്മള് ആരോടും പറയാത്തൊരു ഇതാണ്. നമ്മളും ഇവിടുന്ന് ഷൊർണൂർ കൊണ്ടുപോയിട്ട് ആ മണൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് രാവിലെ വണ്ടി എടുത്തിട്ട് പ്രവർത്തനമാണ്. അങ്ങനെ പല ആളുകൾക്കും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് സ്കൂളിലാണെങ്കിലും അവര് ഒരു സെഷൻ ഒരാഴ്ചയിൽ ഒരു തവണയോ 2 തവണയോ മണലുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ട് ഓടിക്കാറുണ്ട്. അതൊരു ട്രെയിനിങ് ഇതാണ്, ഒരു സെഷൻ ട്രെയിനിങ് ആണത്. അത് ഒരുപാട്, കാരണം എല്ലാ ദിവസവും ഒരു സാധനം കണ്ടു നിൽക്കുന്നതിന് ഒരു വ്യത്യാസം വരുമ്പോൾ കുട്ടികളും ചെയ്യാൻ പോവും. അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ മീറ്റുകളിൽ പാലക്കാടിന്റെ ഒരു പ്രകടനം വളരെ മികവാർന്ന പറളി സ്കൂള്, അല്ല കല്ലടി സ്കൂള്, ഈ ചെർപ്പളശ്ശേരിയും 2015 നമുക്ക് 15 മെഡലുകൾ 20 വരേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 20, 21 നമ്മൾ കോവിഡിന് മുന്നേ വരേക്ക് നമുക്ക് ഒരു 8-9-10 കുട്ടികളോളം നമ്മുടെ ജില്ലയിൽ നിന്നും കുട്ടികൾ സംസ്ഥാന തലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ നമ്മളൊരു 4ാമത് 5ാമതൊക്കെ ആയിട്ടുള്ള 6ാമതൊക്കെ ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ നമ്മൾ വന്നിട്ടുണ്ട്. പല സമയത്തും 20 വരേക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ 5, 6, 7 ആ ക്രമത്തിൽ. അപ്പോൾ അത് മെഡലുകൾ കിട്ടുന്നത് റിലേയിലാവും ചില സമയത്ത്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ സ്കൂളിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. കായിക മികവിന് ഒരു ഉദാഹരണം അപ്പോൾ നന്ദഗോപാലൻ മാഷുടെ ഒരു വരവ് വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് പൊതുജനങ്ങൾ പറയാറുണ്ട്. എന്നോട് പലരും പറയാറുണ്ട് നന്ദഗോപാലൻ മാഷുടെ ഒരു ഇത്. നോക്കൂ മാഷെ, ഞാൻ ഇപ്പം അതിലേക്ക് തന്നെ വരാം. ഇപ്പം ഈ പറളി ഹൈസ്കൂൾ, അതുപോലെ കല്ലടി ഹൈസ്കൂൾ, ഇവിടെയൊക്കെ കായിക വിദ്യാഭ്യാസം, കായിക രംഗത്ത് വളരെയധികം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു അത് അവരുടെ എഫർട്ട് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു അധ്യാപകൻ എത്രത്തോളം ഈ ഫീൽഡിനോട് എഫർട്ട് എടുക്കുന്നോ നമുക്കതിന് ഓട്ടോമാറ്റിക്കായി റിസൾട്ട് വരും. 2 നേരവും നമുക്ക് ആ സ്കൂളിൽ നിൽക്കാൻ സാധിക്കുമോ, രാവിലെയും വൈകിട്ടും, എങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായി റിസൾട്ട് വരും. നമ്മൾ എത്രത്തോളം അതിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. അത് തന്നെയാണ്. അവർ ആ തുടക്കത്തിൽ കുറേ കുട്ടികളെ സംഘടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ പതിയെ കയറി വന്നു. കുറേ വർഷത്തെ ഒരു പ്രയത്നമാണ്. പിന്നെ കല്ലടി സ്കൂളിൽ പറയുമ്പോൾ അവർ അക്കാദമി ആയിട്ട് തുടങ്ങി. അവർ ഭക്ഷണവും താമസം എല്ലാം കൊടുത്ത് അവിടെ തന്നെ കുട്ടികളെ നിർത്തി അവർക്ക് വേണ്ട പരിശീലനം കൊടുത്തു, കോച്ചസിനെ നിയമിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇപ്പം നിലവിൽ പാലക്കാട് ഒരു 2 ഡസനോളം സ്കൂളുകൾ ഈ പ്രവർത്തനം അത്ലറ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നുണ്ട്. തഴങ്ങിയൊക്കെ ആയിട്ട്, അല്ലാതെ അവനെ കൊണ്ട്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പരിശീലനം. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലുകൾ അത്ലറ്റിക്സിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണെങ്കിലും അല്ലേ, ആ രീതിയിലുള്ള കുറെ ഇടപെടലുകൾ കായിക അധ്യാപകർ എന്നുള്ളക്ക്. കായിക അധ്യാപകരല്ല, സ്പോർട്സ് കൗൺസിൽ അവർ കോച്ചസിനെ നിയമിക്കും. ഇപ്പോൾ ഒരു കോച്ച് പട്ടികയിലുള്ള ആളാണ് അങ്ങ് കഴിഞ്ഞാലേ. യഥാർത്ഥത്തിൽ ഞാൻ 2005 സ്പോർട്സ് കൗൺസിൽ കോച്ചായി കയറേണ്ട ആളായിരുന്നു. എനിക്ക് അതിലൊരു ഇന്റർവ്യൂ ഭാഗത്ത് എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ചെറിയ, അതിനുശേഷം പിന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല കേരളത്തില്. ആ ലിസ്റ്റിൽ കയറി എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കോച്ചസ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ പഠിച്ച ഞങ്ങളെ ടീമിൽ പഠിച്ചവരെല്ലാവരും ഞങ്ങളെ ബാച്ചിൽ വന്നത്. ഇനി ഞാൻ എന്ത് പറ്റിച്ച, ഞാൻ അങ്ങനെ വന്ന് എനിക്ക് ആൻഡമാനിൽ ജോലി കിട്ടി. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടി ഈ 2005.
അപ്പം ഞാനത് അങ്ങോട്ട് പോയി. ആ ഈ ജോലി ആ സമയത്തായിരുന്നു ഇവിടെ ഇന്റർവ്യൂ. അപ്പോൾ ഞാനതിൽ പങ്കെടുക്കാം. ടെസ്റ്റ് എല്ലാം എഴുതി അതൊക്കെ പാസ്സായി. പക്ഷെ ഇവിടുത്തെ ഫൈനൽ ഇന്റർവ്യൂവിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അന്ന് കയറുമായിരുന്നു എന്തായാലും. കാരണം അതിൽ കയറി 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 21 ആളെ ഉണ്ടായിരുന്നു. ഞാൻ ഒഴിച്ച് ബാക്കി 20 ആളും ഉള്ളിൽ കയറി. അതിനകത്ത് നിരാശ തോന്നുന്നുണ്ടോ? എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം എനിക്ക് നിരാശ ആ കാര്യങ്ങളിലല്ലായിരുന്നു. ഞാൻ അന്തമാനിൽ എൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ്. ആൻഡമാനിൽ സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ സെൻട്രൽ ഗവൺമെന്റ് UPSC എഴുതി കയറി. നല്ല അണ്ടർ സെക്രട്ടറി അല്ല, ഞാൻ ഇന്നത്തെ അന്ന് PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇപ്പൊ ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുണ്ടാവും. അതിലെ നമുക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ. കാരണം നമ്മുടെ അടുത്ത വീടിനടുത്തുള്ള കുട്ടികളെ എല്ലാം സംഘടിപ്പിച്ച് നമ്മൾ പരിശീലനം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഈ NIS പോയത്. ഇവിടെ വരുന്നതും അതുമായിട്ടാണ്. പക്ഷേ നമുക്കറിയില്ലായിരുന്നു ഇതിൽ ഇങ്ങനെയാണ്. ഒരു കായികാധ്യാപകനായിട്ട് കയറിയ യാതൊരു വിധത്തിലുള്ള പ്രൊമോഷൻ സാധ്യതയില്ലാത്തൊരു തസ്തികയാണത്. അത് നമ്മൾ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ഗവൺമെൻറ് സർവീസിൽ ഒരു സ്വീപ്പറായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഏത് ലെവലും എത്താം. ഈവൻ എന്താ പറയുക, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇത് സാർ നോക്കൂ, വിദ്യാഭ്യാസ വകുപ്പിനോട്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് വളരെ കാര്യമായി പറയുന്ന ഒരു നിർദ്ദേശമാണ്. കായികാധ്യാപകന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ അല്ലാതെ വേറൊരു പ്രൊമോഷൻ സാധ്യത ഇല്ലാത്ത ഒരു തസ്തികയായി തുടരുകയാണ്. ഇതിനൊരു ഒരു കാര്യമായ ഒരു ഇടപെടൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായാൽ മാത്രമേ നടക്കൂ. ഈ കായിക അധ്യാപകർക്ക് പ്രൊമോഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാനുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതിനകത്ത് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങേക്ക് തുടരാം. അപ്പോൾ ഈ സ്വീപ്പർ തസ്തികയിലാണെങ്കിലും മുകളിലേക്ക് കയറി പോകണം. ഏത് രീതിയിലാണ് കായികാധ്യാപകൻ ഒരു തസ്തിക കയറിയ പ്രൈമറി സ്കൂളിലെ ശമ്പളം മേടിച്ച് എല്ലാ കാര്യവും നോക്കണം. ഇതൊന്നും എനിക്ക് വരുമ്പോൾ എനിക്ക് പ്രൈമറി സ്കൂളിൻ്റെ ശമ്പളമാണ്. ഒന്നുമില്ല. കാരണം ആക്ച്വലി നമ്മളെ ഇതേപോലെ തന്നെയാണോ ഇവിടെ കായിക മേഖലയിൽ എല്ലായിടത്തും കേരളത്തില്, ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളും പരിശോധിച്ചാൽ ഒരു സ്കൂളിൽ മിനിമം എനിക്ക് തോന്നുന്നു 10 കായിക അധ്യാപകരുണ്ട്. അവർക്ക് HM ആവാം, പ്രിൻസിപ്പൾ ആവാം. ഇപ്പോൾ നമ്മളെ പോലെ MPEdും PGയും ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് HM ആയിട്ട് നമ്മളെ കൂടെ പഠിച്ചവർ എത്രയോ പേര് HM മാരാണ് തമിഴ്നാട്ടില്. ബാംഗ്ലൂർ പഠിച്ചവരുണ്ട്. അല്ല, അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവർ. കാരണം അത് കർണാടകയിൽ അങ്ങനെ ഉണ്ടായി. അപ്പൊ അത് ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ അന്തമാനിലാണെങ്കിലും ഞാൻ അധ്യാപക സംഘടനകൾ റിക്വസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഒരുപാട് കാലങ്ങളായി പ്രോസസ്സാണ്. അതൊക്കെ ഒരു പ്രോസസ്. നമുക്കിതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ്. ബാക്കിയെല്ലാം ഗവൺമെന്റ് തസ്തിക. പിന്നെ എല്ലാവരും പറയാം ഒരു ജോലിയായില്ലേ, സത്യമായിട്ട്. പക്ഷെ നമ്മളെല്ലാം ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഈ MPEdന് പോകുമ്പോൾ നമുക്ക് ഹയർ സെക്കൻഡറിയിൽ തസ്തിക കിട്ടും എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ. എല്ലാവരും 2000 ഞാൻ MPEd കഴിഞ്ഞ 2001 24 വർഷമായി. ഞാൻ മാത്രമല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരും വിചാരിക്കും PT മാഷ്. പലവരും ഇപ്പോഴും എൻ്റെ ഒരു അനുഭവമായിരുന്നു. ഒരു കല്യാണാലോചന വന്നപ്പോൾ ഒരാളെന്നെ എടുത്ത് ചോദിച്ചു, അതോ PT മാഷോ? അയ്യോ, അങ്ങനെ. കാരണം PT മാഷ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം യോഗ്യതയാണ്. 8ാം ക്ലാസ് കഴിഞ്ഞു പോയിരിക്കണം. ഒരു കാലത്തെ മിലിറ്ററിയിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്ത് ബാക്കി വേറെ ഇതൊന്നും ഇല്ലാത്ത പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്നുള്ളതാണ് പലരുടെയും ഒരു കൺസെപ്റ്റ്. അതല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ ഒരു സംശയം, എന്തിനാ നമ്മൾ MPEd പഠിച്ചത്, എന്തിനാ NIS ചെയ്തത്? അപ്പോൾ പ്രൊമോഷൻ സാധ്യത ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ ദീർഘകാലങ്ങളായിട്ട് നമ്മൾ സംഘടനകളെല്ലാം അതിന് പറയുന്നുണ്ട്. പക്ഷേ എന്താ അറിയില്ല, നമ്മൾ ആവശ്യം അല്ല നമ്മളിപ്പോഴും പറയണത് എന്താ വെച്ചാൽ നമ്മളൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ഇതൊരു പ്രാപ്യമാവണേ എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇതുകൊണ്ടല്ല, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ആരും ഞാൻ ഇതേവരെ കായികത്തിന് ഞാൻ വിട്ടിട്ടില്ല, അധ്യാപകനാവാൻ വിട്ടിട്ടില്ല. ചെയ്യരുത് മകനെ എന്ന് പറയും. കാരണം
എൻ്റെ അടുത്ത് പല കുട്ടികളും ചോദിക്കും സാർ ഞാൻ അതിന് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു മോള് നീ BA മലയാളം അല്ലേ നീ കഴിഞ്ഞ്, നീ MA മലയാളം പഠിക്കും, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് അല്ലേ നിനക്ക് ഞാൻ മേടിച്ചെന്ന്, നീ MA ഇംഗ്ലീഷ് പഠിക്കും. സാറിന് തോന്നുന്ന BA എക്കണോമിക്സ് എടുത്ത ആൾ എനിക്ക് MA എക്കണോമിക്സ് എടുത്ത് വല്ല കോളേജ് ലെക്ചർ ആയാൽ മതിയായിരുന്നു, ഞാൻ പിന്നെ PhD കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ടാവും. ഒരു എക്കണോമിക്സ് മാറിയാൽ മതിയായിരുന്നു. ഈ വിഷയത്തിൽ തന്നെ നമുക്ക് PhD എടുക്കാമായിരുന്നു. പക്ഷെ സ്കൂൾ സാഹചര്യത്തിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുംബമായി നമ്മൾ ആ രീതിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും പോയില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ. ഞാൻ ഇപ്പോൾ അങ്ങയോട് വേറൊരു കാര്യം പറയാം. അങ്ങ് പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായർ, കഥകളിയുടെ വലിയ ആചാര്യൻ കീഴ്പ്പടം കുമാരൻ നായർ എന്ന് പറയുന്ന മഹാരഥൻ്റെ പേരക്കുട്ടിയാണ്. അവരുടെ മൂത്ത മകളുടെ മകനാണ്. ആ ഒരു കാർക്കശ്യമായ കഥകളി ചിട്ടയിലൂടെ വളർന്നു വന്ന ഒരു ബാല്യകാലം ഇല്ല. ഈ മുത്തച്ഛൻ ഞങ്ങളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു കാർക്കശൻ സദനത്തിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ അനിയത്തിമാർക്കും എല്ലാവർക്കും വളരെ ഭയങ്കര പേടിയായിരുന്നു അവരെ. മുത്തച്ഛന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. വീട്ടിലാണെങ്കിലും ശരി, കളരിയിലാണെങ്കിലും വളരെ ഡിസിപ്ലിനാണ്. പക്ഷെ നമ്മുടെ അടുത്ത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. എന്നെ അല്ല, എല്ലാ പേരക്കുട്ടികളെ എല്ലാവരെയും വളരെ കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എല്ലാവരും പറയും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പലപ്പോഴും നമുക്ക് തോന്നി നമ്മൾക്ക് ചില ഘട്ടങ്ങൾ നമുക്ക് താല്പര്യം കൃഷിയോട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. കൃഷി അദ്ദേഹത്തിന്റെ ഒരു മേഖല തന്നെയായിരുന്നു. കൃഷിക്ക് വേണ്ടിയിട്ട് അത്രയും. അതേപോലെ ജീവികൾ, ഈ പോത്ത്, അതേപോലെ അതൊക്കെ വീട്ടിൽ നിറസാന്നിധ്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ അടക്കം ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നൊക്കെ നമുക്ക് മനുഷ്യനാണ്. കുറെ ഇപ്പൊ എണ്ണപ്പെട്ടവരിൽ പത്മശ്രീ കൊടുത്തതിൽ എണ്ണപ്പെട്ടവരായി മാറുന്നു ആ വിഭാഗം. കഥകളി വിഭാഗത്തിന് കുറവാണെന്നുള്ളൊരു അല്ലെ നമ്മളൊരു വിമർശനമൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ശരിയാണ്, അത് ഒരുപാട് പേർക്ക് അത് കിട്ടി ഉണ്ടായത്. പക്ഷെ അത് ആ ഒരു നമ്മളെ പറയില്ല, അദ്ദേഹത്തിന്റെ ഒരു ഇത് പൈതൃകം നമുക്ക് കലയിലേക്കല്ല കിട്ടിയത്, എനിക്കത് സ്പോർട്സിലാണ്. അതെ, സ്പോർട്സിലാണ്. നമുക്ക് എന്നാ കഥകളിയോട് ഇഷ്ടമാണ് വളരെ. കളി കാണാറുണ്ട്, നമുക്ക് ഇഷ്ടം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശന്റെ കളികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ കളികളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആശാന്മാരെ എല്ലാം നമുക്ക് വളരെ ആശാനുമായിട്ട് വളരെ കാലം മുന്നേ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങയുമായി ഇത്ര കൂടുതൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങയുടെ ജീവിതത്തില് ഈ കായിക മേഖലയിലുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വല്ല സംഗതികളും? മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള, ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ നമ്മൾ ഈ ട്രാക്കിലൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളുള്ള വളരെ നമ്മളെ ഇറനണിയിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സാഹചര്യങ്ങൾ? നമുക്ക് പല സമയഘട്ടങ്ങളിലും നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ച അതിന്റെ ടാലന്റ് ഉള്ള കുട്ടികൾ പല സമയത്തും 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന സ്കൂൾ ഷീറ്റ് ഒരുപാട് തവണ നമ്മൾ സംഭവിക്കാറുണ്ട്. 4-ലും 5-ലൊക്കെ വന്നിട്ട് ഇപ്പൊ ആദ്യത്തെ ഫൈനലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 1-2 കുട്ടികൾ നമ്മുടെ ഉണ്ടാവുന്നുണ്ട്. റിസൾട്ട് നമ്മളിങ്ങനെ ഓൺലൈനിൽ കാണുമല്ലോ, സ്റ്റേറ്റ് സ്കൂൾ മീറ്റിന്റെ റിസൾട്ട്. അപ്പോൾ ഒക്കെ നമുക്കൊരു വളരെ ഒരു അങ്ങനെ തോന്നും, ഒരു ഇതായില്ല, നമ്മൾ വിചാരിച്ച ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ പിന്നെ എന്താ ചിന്തിക്കുക അറിയോ, ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് അത്രയൊന്നും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഒരു ഒതുങ്ങിയ ഒരു ഗ്രാമത്തിൽ നിന്ന് നമുക്ക് എന്നാലും ഇത്ര എത്തിക്കാൻ പറ്റിയില്ലേ? നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, നമ്മളെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഏറ്റവും വളരെ സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിൽക്കുമ്പോൾ അവിടെയും ഇപ്പോൾ സ്കൂൾ ജീവിതത്തിൽ ഇപ്പോൾ ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ചെർപ്പളശ്ശേരി ഹൈസ്കൂളിലാണ് അങ്ങയുടെ അവിടെ സഹാധ്യാപകരുടെ പഴയ HM ഉഷ ടീച്ചറുടെ അങ്ങനെ കുറേ ആളുകളിലൊക്കെ ഈ സഹാധ്യാപകരുടെ ഒരു പിന്തുണ അങ്ങേക്ക് ഉണ്ടായിരുന്നു, പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ തന്നെയായിരുന്നു. നമ്മൾ നല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം ഉത്തരവാദിത്വം നമ്മളെല്ലാവരും നല്ല സഹകരണം
അവിടുന്ന് വന്നിരുന്നു. ആദ്യ കാലങ്ങൾ പ്രത്യേകിച്ച് ആ തുടക്ക സമയത്തൊക്കെ നമ്മൾ നല്ല ഒരു ഇതായിരുന്നു. കാരണം തുടർച്ചയായിട്ട് 9 വർഷം നമ്മൾ സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് കിട്ടി. കാരണം അതൊരു എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 2012 തൊട്ട് 20 വരെയും നമ്മൾ ആ കപ്പ് കിരീടം ആർക്കും കൊടുത്തിട്ടില്ല. അത് ചപ്പശ്ശേരി സ്കൂളിന് സ്വന്തമായിരുന്നു. അത് 22-നാണ് പിന്നെ കോവിഡിന് ശേഷം 22-ഉം ഈ 2 വർഷം അത് നമ്മൾ മിസ്സായിപ്പോയി. ഇപ്പൊ നിലവിൽ വാടാനാംകുറിശി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറിയത്. വാടാനാംകുറിശിയിലെ സാഹചര്യം എങ്ങനെ പൊരുത്തപ്പെട്ടു വരുന്നു? എങ്ങനെ ഉണ്ട് അവിടെ? കുഴപ്പമില്ല. കാരണം നമ്മളെ ആശിച്ച് ചോദിച്ച ഒരു സ്കൂൾ അല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു വിഷമമുണ്ടല്ലോ. കാരണം ഞാൻ പട്ടാമ്പി സ്കൂളിൽ, എൻ്റെ തുടക്കം പട്ടാമ്പി സ്കൂളിലായിരുന്നു. അവിടുന്ന് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ചപ്പശ്ശേരിക്ക് വരുമ്പോൾ. കാരണം നമ്മൾ ചെർപ്പളശ്ശേരി സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. ഇത്ര അടുത്ത് വെള്ളിനേഴി ഉണ്ടായിട്ട് നമ്മൾ ജീവിച്ചിട്ടും എല്ലാ ദിവസവും ചെർപ്പളശ്ശേരി വരുന്ന ഒരാൾ വരുന്നു. പക്ഷെ ഞാൻ ഈ സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഞാൻ 2010 ജൂൺ 13 ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത്. അതായത് പട്ടാമ്പി സ്കൂളിൽ 2008 ജോയിൻ ചെയ്തു, എവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു വന്ന് നമ്മൾ കാണുന്ന അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ കായിക രംഗത്ത് ഫുട്ബോൾ എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതൊന്നൊരു മാറ്റത്തിനായിട്ട് നമ്മൾ കുറെ പരിശ്രമിച്ചു. നമുക്ക് നമ്മുടെ കൂടെ അന്ന് കുറെ പെൺകുട്ടികളായിരുന്നു. നമ്മൾ ഇവിടുന്ന് വന്ന റിസൾട്ട് എല്ലാം നമുക്ക് പെൺകുട്ടികൾക്കാണ് കൂടുതൽ. ആൺകുട്ടികളും ഉണ്ട്, 2-3 പേര് ആൺകുട്ടികളുണ്ടായിരുന്നു. അതെ, പെൺകുട്ടികളിലെ കൂടുതൽ ഈ ഇതിനോട് വലിയ താല്പര്യം തോന്നുന്നു അല്ലേ? പെൺകുട്ടികൾ ഈ ഫീൽഡിനോട് കാരണം ഒതുങ്ങി നിൽക്കുന്നു. അതാണ് കാരണം അവർക്ക് അതില് ചെർപ്പശ്ശേരി സ്കൂളിലൊരു കാര്യം പറഞ്ഞ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഫുട്ബോൾ ആൺകുട്ടികളെല്ലാം ടീമും നല്ല ഒരു കാര്യങ്ങളായിട്ട് അവർ പോകും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ പെൺകുട്ടികൾ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അടുപ്പിച്ചു അല്ലേ? അതില് വന്ന് ഇങ്ങനെ വന്നപ്പോ 2-3 കുട്ടികൾ അങ്ങനെ അന്ന് ജില്ലാ മത്സരങ്ങളിലൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോ ശരി നമുക്കൊരു കായിക പരിശീലന ക്യാമ്പ് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉദ്ദേശത്തിലാണ് അതാണ് ഉണ്ടായത്. ഞാനിപ്പോൾ അങ്ങയുടെ കാർഷിക ജീവിതം, നല്ലൊരു കൃഷിക്കാരനാണ്. രാവിലെ തൂമ്പയും എടുത്ത് പാടത്തേക്കോ അല്ലെങ്കിൽ തോട്ടത്തിലേക്കോ ഇറങ്ങുന്ന ഒരു കൃഷിക്കാരൻ, നല്ലൊരു കൃഷിക്കാരൻ. കൃഷിനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? ചേനയായാലും ചേമ്പായാലും വാഴയായാലും കവുങ്ങായാലും ഒക്കെ. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇവിടെ ഇപ്പം ഞാനിവിടെ വന്നിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ കൃഷിയാണ്. എൻ്റെ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്നു, എയർഫോഴ്സിലായിരുന്നു. അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്ത് 17 കൊല്ലത്തെ സർവീസ് ഇന്ത്യൻ എയർഫോഴ്സിൽ. അപ്പൊ അത് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ളൊരു എയർമാനായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കുടുംബമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്വത്തുകളായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു പോകുന്നുള്ള ഒരു ഘട്ടം വന്നപ്പോ കൃഷി ഇത് വിട്ടുകൊടുക്കാൻ പറ്റാണ്ട് ഗോപാൽ നായർ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കൃഷി സ്റ്റാർട്ട്. അവിടുന്നാണ് നമ്മൾ, കാരണം ചെറിയൊരു എമൗണ്ട് ആയിരുന്നു അന്ന് അച്ഛനൊക്കെ കിട്ടിയിരുന്ന പെൻഷൻ. ഇന്നത്തെ പോലെ ഒരുപാട് സംഖ്യ. അച്ഛൻ മരിച്ചു. അച്ഛൻ 2011 മരിച്ചു. അപ്പൊ ആ സമയത്താണ് ഞാനിത് സത്യം പറഞ്ഞതിലേക്ക് സജീവമായിട്ട്, കാരണം ഇത് നമ്മളിനി അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ നമ്മളും കുട്ടിക്കാലത്ത് നമുക്കൊക്കെ നിർബന്ധമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം. അന്ന് പോത്തുകളുണ്ടായിരുന്നു, പിന്നെ കൃഷി കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെടണം. കാരണം കുടുംബത്തിലെ എല്ലാവരും കൂടിയാണ്. നമ്മളൊരു ചെറിയൊരു കാലഘട്ടത്തിൽ പറഞ്ഞ എല്ലാ പണികളും ചെയ്യുന്നത് എല്ലാവരും കൂടിയാണ്. തീർച്ചയായും. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അമ്മ അമ്മ വിജയലക്ഷ്മി, വൈഫ് രോഹിണി, ടീച്ചറാണ്. എവിടെ? അമ്പലപ്പാറ ഗവൺമെന്റ് സ്കൂളിലാണോ? ഗവൺമെന്റ് അല്ല, ഒരു എയ്ഡഡ് വേങ്ങശ്ശേരി LP സ്കൂൾ. രോഹിണി മകൻ ഒരാള് 8ാം ക്ലാസ് പഠിക്കുന്നു, വെള്ളിനേഴി സ്കൂളിൽ. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ, വെള്ളിനേഴി സ്കൂളിലാണ് തന്നെ പഠിക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറൊക്കെ അവിടെയാണല്ലോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷായിരുന്നു ഞങ്ങളെ അധ്യാപകനായിരുന്നു. ഞങ്ങൾ അധ്യാപകന് കുറച്ച് അതും പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് സാറിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് സ്കൂളിലെ. വലിയൊരു പ്രതിഭേനെയാണ് നമുക്കിന്ന് അതിഥിയായി കിട്ടിയത്. വെള്ളിനേഴി നന്ദഗോപാലൻ മാഷ് കായിക മേഖലയ്ക്ക് വലിയൊരു വരദാനമാണ്. നിരവധിയായ കായിക പ്രതിഭകളെ കായിക കേരളത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മഹാപ്രതിഭയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നന്ദഗോപാലൻ മാഷിന് വലിയ നന്ദി പടവുകളുടെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സർ. താങ്ക് യു.